ഒരിടയ്ക്ക് ഇൻസ്റ്റ മൊത്തം കത്തിക്കൊണ്ടിരുന്നത് ഈ ഒരു വാതിൽ തുറക്കലാണ്. ഇതിന്റെ അകത്ത് ഈ സാധനങ്ങൾ കഴിച്ചിട്ടുണ്ടോ? നമുക്ക് പോയി കഴിച്ചു നോക്കിയാലോ? കോഴിക്കോടത്തെ ബെസ്റ്റ് ബിരിയാണി ഏതെന്ന് ആരടുത്ത് ചോദിച്ചാലും പറയുന്ന കുറച്ച് പേരുകളില്ലേ, അതിൽ ഒന്നാണ് കേട്ടോ ഈ കുറ്റിച്ചിറ ബിരിയാണി. അപ്പൊ അത് കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളും വന്നേ. ഞങ്ങൾ പ്രതീക്ഷ പോലെ തന്നെ ഞങ്ങൾ പോയ സമയത്ത് അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നേ. റീലൊക്കെ കണ്ടിട്ടാണല്ലോ ഞങ്ങൾ പോകുന്നത്. അങ്ങനെ കാത്തിരുന്നതാണ് ഞങ്ങളുടെ ഫുഡ് എത്തിയേ. ബിരിയാണി എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാല് റീൽസിലൊക്കെ കാണുന്ന പോലെ ഓവർ ഹൈപ്പ് കൊടുക്കുന്നില്ല, എന്നാൽ അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പീസസ് ഒക്കെ വരുന്ന ഒരു ബിരിയാണി ആയിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെടും, ആർക്കും കുറ്റം പറയാൻ പറ്റത്തില്ല. ഈ ചുമരിൽ കാണുന്നതിൽ മോഹൻലാലിന്റെ ഫോട്ടോ കാണിച്ചിട്ട് അത് മമ്മൂട്ടിയുടെ കുട്ടിക്കാലമാണെന്ന് പറയുന്ന എന്റെ ഭർത്താവിനെയാണ് കേട്ടോ നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത സ്ക്രീനിൽ ആരുടെ കയ്യുന്നോ തട്ടിപ്പറിച്ച ഒരു കണ്ണാടിയും വെച്ച് പട്ടിഷോ ഇറക്കുന്ന ആതിരയാണ് കേട്ടോ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി എവിടെ നിന്നൊരു ഫോട്ടോ എടുക്കുമെന്നുള്ള ഗഗനമായ ചിന്തയ്ക്ക് ശേഷം ഞങ്ങൾ അവിടെ നിന്നൊരു ഗ്രൂപ്പ് ഫോട്ടോയൊക്കെ എടുത്തിട്ട് അടുത്ത സ്പോട്ടിലേക്ക് പോവുകയാണേ. അടുത്ത് ഞങ്ങൾ പോയത് അലീഖാന്റെ പിസ്ത കടയിലേക്കാണ് കേട്ടോ. ഇവിടുന്ന് കുടിച്ച ഈ പിസ്ത മിൽക്കും അതുപോലെ തന്നെ ഹോർലിക്സ് മിൽക്കും നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. രണ്ടും നമുക്ക് ഇഷ്ടപ്പെട്ടെ. ഒന്നിൽ നിർത്താമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളൊരു 5-6 ഒക്കെ ഓർഡർ ചെയ്ത് കുടിച്ചിട്ടുണ്ടായിരുന്നേ. ഇത് കഴിഞ്ഞതിന് ശേഷം ഒരു പപ്പാളി ജ്യൂസ് കുടിച്ചു. അതത്ര അങ്ങോട്ട് ബോധിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ബാക്കി 2 സാധനങ്ങളും ഓക്കെ സെറ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ നിങ്ങൾ എല്ലാവരും കാത്തിരുന്ന സ്ഥലത്ത് ഞങ്ങൾ എത്തിയ ഡെസേർട്ട് സ്ട്രോം. ഇവിടെ ഒരുപാട് ഷേപ്പില് ഒരുപാട് ഡെസേർട്ട്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് ഒരു 3 സാധനങ്ങളാണ് കേട്ടോ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയത്. ഇതാണ് അവരുടെ കോക്കോ ബ്ലിസ്. കാണാൻ ഒരു തേങ്ങയുടെ ഷേപ്പില്ലേ, ഇതിനെ പിച്ച് ചീന്തി തിന്നണ കാണുന്ന ഒരു തേങ്ങയല്ലേടെ, അത്രയെങ്കിലും മാന്യത കൊടുത്തൂടെ. ഓക്കെ, അടുത്തതായിട്ട് നമ്മുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് ഓറഞ്ചാണ് കേട്ടോ. ആ ഇലയും പ്ലേറ്റും ഒഴിച്ച് ബാക്കിയെല്ലാം കഴിച്ചു കഴിഞ്ഞപ്പോൾ അതാ അടുത്ത സാധനം കൊണ്ടുവന്നേ. ഇവിടുന്ന് കഴിച്ച ഈ 3 സാധനങ്ങളിലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാ ഈ മാംഗോ സ്ട്രോം ആണ് കേട്ടോ. ഇവനെ ഇങ്ങനെ പൊട്ടിക്കുന്ന സമയത്ത് ഇതിന്റെ അകത്ത് നിന്ന് മാംഗോയുടെ പൾപ്പൊക്കെ നമുക്ക് കിട്ടേ. നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സാധനം വാങ്ങി ട്രൈ ചെയ്യുന്നത് നല്ലതായിരിക്കും എന്നാണ് കേട്ടോ എനിക്ക് തോന്നിയത്.